കേരളത്തെയാകെ നടുക്കിയ വൻകിട അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടികളിലേക്ക്. സംസ്ഥാനത്തെ പ്രമുഖ പഞ്ചനക്ഷത്ര ആശുപത്രികളെയും ചില പ്രശസ്ത ഡോക്ടർമാരെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എറണാകുളത്തെ പ്രമുഖ ആശുപത്രികളായ ലേക്ഷോർ മെഡിക്കൽ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും പ്രതികളുടെ വീടുകളിലും ED ഒരേ സമയം നടത്തിയ റെയ്ഡുകൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലും രാഷ്ട്രീയ രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കോടികൾ മറിയുന്ന ഈ കറുത്ത ബിസിനസിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭ്യമായിട്ടും പരസ്യ വരുമാനം മുടങ്ങുമെന്ന ഭയത്താൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വേണ്ട വിധം ചർച്ച ചെയ്യാൻ മടിക്കുന്നതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വ്യാജരേഖകളും ഇടനിലക്കാരെയും ഉപയോഗിച്ച് സംസ്ഥാനത്ത് വൻതോതിൽ നിയമവിരുദ്ധ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസി ഒരേ സമയം വിവിധ ജില്ലകളിൽ റെയ്ഡ് ആരംഭിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലായി 9ഓളം കേന്ദ്രങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളായ മെഡിക്കൽ ട്രസ്റ്റ്, ലേക്ഷോർ എന്നിവിടങ്ങളിലും ഈ മാഫിയയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഏജന്റുമാരുടെ വീടുകളിലുമാണ് ഒരേ സമയം പരിശോധന നടന്നത്. കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ചില ഇടനിലക്കാരെ പിടികൂടിയിരുന്നുവെങ്കിലും വൻകിട ആശുപത്രികളിലേക്ക് അന്വേഷണം നീളാതെ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ED കളം പിടിക്കുന്നത്. EDയുടെ പരിശോധനയിൽ ആശുപത്രികളിൽ നിന്നും അതീവ നിർണായകമായ പല രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മാഫിയയുടെ മുഖ്യ സൂത്രകനും കാസർഗോഡ് സ്വദേശിയുമായ നജീബ് കല്യത്രയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ആശുപത്രികളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ കൈമാറിയതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്ന സമയങ്ങളിലൊക്കെ ഈ ആശുപത്രികളിൽ വൻതോതിൽ അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നത് ആശുപത്രി അധികൃതർക്കുള്ള പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എറണാകുളം കുന്നത്ത് നാട്ടിലുള്ള സൺ കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡാണ് ഈ വലിയ മാഫിയയുടെ ചുരുളഴിച്ചത്. മന്ത്രിമാർ, MP മാർ, MLA മാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ വ്യാജ ശുപാർശ കത്തുകളും വ്യാജ ലാബ് സർട്ടിഫിക്കറ്റുകളുമാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. തുടർന്ന് സ്ഥാപന ഉടമ സണ്ണി വർഗീസ്, ഭാര്യ സിനി, സഹായി സനോജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മുഖ്യ സൂത്രകനായ നജീബ് കല്യത്രയെക്കുറിച്ച് കൂടുതൽ വിവരം കിട്ടുന്നത്. ഒളിവിൽ പോയ നജീബിനെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. തുടർന്ന് ഇവരുടെ ഏജന്റുമാരായ കൊല്ലം സ്വദേശിനി ശ്രീജ, സുധീർ എന്നിവരും വലയിലായി. ഇടനിലക്കാർ ഒഴുക്കിയ കോടികളുടെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് മുൻ സർക്കാർ കണ്ണടച്ചപ്പോഴാണ് ED ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ മാഫിയയുടെ പ്രവർത്തന ശൈലി അതീവ ഭീകരമാണ്. പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ അവയവം ആവശ്യമായി വരുന്ന പണക്കാരായ രോഗികളെ കണ്ടെത്തി പ്രധാനമായും 2 രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ആദ്യത്തേത് അന്താരാഷ്ട്ര ലോബിയുടെ സഹായത്തോടെയുള്ള വിദേശ പാക്കേജാണ്. പണമുള്ള രോഗികളിൽ നിന്ന് 1.5 കോടി മുതൽ 2 കോടി രൂപ വരെ വാങ്ങി അവയവദാതാവും രോഗിയും തമ്മിൽ ബന്ധുത്വമുണ്ട് എന്ന് കാണിക്കുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നു. തുടർന്ന് ഈ ആശുപത്രികളുടെ വിദേശത്തുള്ള ശാഖകളിലേക്ക് വിസയെടുത്തു കൊണ്ടുപോയി അവിടെ വെച്ച് രഹസ്യമായി ഓപ്പറേഷൻ നടത്തുന്നു. വിദേശത്ത് വെച്ച് നടക്കുന്നതിനാൽ ഇന്ത്യൻ നിയമങ്ങളിൽ നിന്ന് ഇവർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് ആഭ്യന്തര പാക്കേജാണ്. ഇത്രയും പണമില്ലാത്തവർക്ക് 50 ലക്ഷം രൂപയ്ക്ക് നാട്ടിൽ തന്നെ സൗകര്യമൊരുക്കും. ഇതിനായി വ്യാജരേഖകളും വ്യാജ ലാബ് റിപ്പോർട്ടുകളും ആശുപത്രി അധികൃതരുടെ ഒത്താശയോടെ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന പാവപ്പെട്ടവരിൽ നിന്നും അതിഥി തൊഴിലാളികളിൽ നിന്നും വെറും 2-3 ലക്ഷം രൂപ വാങ്ങി നൽകുന്ന വൃക്കകൾ ഈ മാഫിയ മറിച്ചു വിൽക്കുന്നത് 25 ലക്ഷത്തിനും 35 ലക്ഷത്തിനുമൊക്കെയാണ്. ഇതിലൂടെ ആശുപത്രികൾ കൊയ്യുന്നത് കോടികളുടെ ലാഭമാണ്.